ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ഫ്രാഗ്രൻസസ്, അത് നൈറ്റ് ടൈം യൂസിന് പറ്റിയതാണ്. നൈറ്റ് ടൈം യൂസ്, ഡിന്നർ ഡേറ്റിന് പറ്റിയ ഫ്രാഗ്രൻസസ്. അതായത് നിങ്ങളിപ്പോൾ നൈറ്റിൽ പാർട്ടിക്ക് പോവുകയാണെങ്കിൽ, ആൾക്കാരുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപെടേണ്ടി വരുമ്പോൾ, ഡേറ്റിങ്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഡേറ്റിംഗ് ഒക്കെ പതിയെ പതിയെ ആയി വരുന്നുണ്ട്. അപ്പം ഡേറ്റിങ്, പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് കൂടുതൽ ഇഴകി ചേർന്നിരിക്കേണ്ട അവസരം വരുന്ന സമയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലുള്ള ഫ്രാഗ്രൻസസ് ആണ് നമ്മൾ ഇന്നിപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലും നൈറ്റ് ഔട്ടിന് പറ്റിയ ഫ്രാഗ്രൻസ്. അതിനകത്ത് ഡേ ടൈമിന് പറ്റിയത് ഒന്നോ രണ്ടോ ഉള്ളത്, ഞാൻ ആ സമയം പറയാം കേട്ടോ. കൂടുതലും നൈറ്റ് ടൈമിന് പറ്റിയ ഫ്രാഗ്രൻസസ് ആണ്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രാഡ ലോം ഇൻറ്റൻസ്. പ്രാഡ ലോം ഇൻറ്റൻസ് ഒരു ഐറിസ് ബേസ്ഡ് ഫ്രാഗ്രൻസ് ആണ്. ഫ്രാഗ്രാൻറ്റിക്കയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് നോട്ടായിട്ട് വന്നിരിക്കുന്നത് ഐറിസ് ആണ്. ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, ഫീമെയിൽസിൻ്റെ ലിപ്സ്റ്റിക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ ഐറിസ് ഒരു ഫ്ലവർ, അതുപോലത്തെ എന്തോ ഒരു ഫ്ലവറാണത്. അതിൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ മണം അത്രേ ഉള്ളൂ. അതിനകത്ത് ലെതർ ബേസ് വരുന്നതാണ്. അപ്പം ഇതിനകത്ത് ഐറിസ് പൗഡർ, ആംബർ വുഡി, എർത്തി, ലെതർ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം നമുക്കതിൻ്റെ നോട്ട്സ് നോക്കാം. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറിസ്, പിന്നെ പച്ചൂളി, അംബർ മിഡിലിൽ, ടോങ്കബീനും ലെതറും ബേസിൽ. അപ്പം നല്ലൊരു ലെതർ സ്വീറ്റ് ലിപ്സ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അംബറി ലിപ്സ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നാലോചിച്ചാൽ മതി. പിന്നെ ബേസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസ് നോട്ടിലൊരു സാധനമുണ്ട്, സാൻഡൽവുഡ്. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ചന്ദനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും സാധനം വന്നാൽ എങ്ങനെയിരിക്കും, അതാണിത്. ഇത് നമുക്ക് അടിച്ചു നോക്കാം. അടിപൊളി സ്മെല്ല് അതിനകത്ത് നിന്ന് വരിക. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈനർ ക്രിയേഷൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഡിസൈനർ ഫ്രാഗ്രൻസ് ക്രിയേഷൻസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കായിട്ട് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പെർഫ്യൂമറുടെ പേര് നോസ് ബിഹൈൻഡ് ഡാനിയല ആൻഡ്രിയർ. എനിക്ക് അവരെ അറിയത്തില്ല, എനിക്ക് വലിയ പിടിയില്ല. പക്ഷേങ്കിൽ ഇത് ഭയങ്കര അടിപൊളി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. പ്രാഡ ലോം ഇൻറ്റൻസ്. വേറൊരു പ്രാഡ ലോം ഉണ്ട്, അതല്ല, ഇത് ഇൻറ്റൻസ് ആണ്. ആ പ്രാഡ ലോം അതിവിടെ ഉണ്ട്. അതെ, ഈ പ്രാഡ ലോം അല്ല കേട്ടോ. ഇത് ഐറിസ് ബേസ്ഡ് തന്നെയാണ്. ഇത് നമുക്ക് ഓഫീസിന് പറ്റിയത്. ഇതാണ് കേട്ടോ, പ്രാഡ ലോം ഇൻറ്റൻസ്. ബ്ലാക്ക് കളേർഡ് ബോട്ടിലാണേ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ പെർഫ്യൂം. 1 മില്യൺ പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്. ഇത് ഇവിടെ നിന്നൊരു സണ്ണിൽ ഒരു സ്പെക്യൂൾസ് റേഡിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, ഇങ്ങനെ ഒന്നിനകത്തുനിന്ന് ഇങ്ങനെ ഈ റേഡിയേഷനൊക്കെ ഉള്ളൊരു സാധനം. അപ്പോൾ ഇത് നമുക്ക് മണത്ത് നോക്കാം. ഇതിൻ്റെ ഇത് നമുക്ക് ഒരു സ്പൈസി ഫ്രാഗ്രൻസ് ആണ്. സ്പൈസി നമ്മുടെ കേരളത്തിന് കുറച്ചുകൂടെ പറ്റിയത് ഈ പെർഫ്യൂം വെർഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് സിന്നമൺ, കാഡമം, ആ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഒഫീഷ്യൽ നോട്ടിൽ അത് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് സോളാർ നോട്ട്, പിന്നെ എന്തെന്നാ ട്യൂബറോസ്, ലെതർ, അംബർഗ്രി, മോണോയ് ഓയിൽ, കാശ്മീർ ആൻഡ് പൈൻ, ഇതൊക്കെ പറയുന്നത്. എനിക്ക് കാശ്മീർ ആൻഡ് കിട്ടുന്നുണ്ട്, ലെതർ കിട്ടുന്നുണ്ട്. സാൾട്ട് ആൻഡ് ട്യൂബറോസ് എനിക്ക് എന്ത് നോട്ടാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. സോളാർ നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്തൊക്കെ നടക്കുന്ന ഒരു ഫീൽ ഉണ്ടെന്നുള്ളൂ, അല്ലാതെ അത് നോട്ടൊന്നുമല്ല. അറിയത്തില്ല കേട്ടോ, ഇനി ഉണ്ടോയെന്ന് പെർഫ്യൂമേഴ്സിനെ അറിയാവുള്ളൂ, എനിക്കറിയത്തില്ല. പൈൻ എങ്ങനെയാണ് മണക്കുന്നത്? പക്ഷേ എന്തായാലും ഇത് ഭയങ്കര അടിപൊളി ഒരു ഫ്രാഗ്രൻസാണ്. ഇത് റൂം ഫില്ലറാണ്. നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ആ ഹോൾ റൂം ഫില്ല് ചെയ്യും കേട്ടോ. കേരളത്തിൽ നമുക്കൊരു 5 മണിക്കൂറൊക്കെ നല്ലപോലെ നിന്ന് ആക്ട് ചെയ്യും. പിന്നെ ഒരു 10 മണിക്കൂറത്തേക്ക് സ്കിൻ സെൻ്റ് ആയിരിക്കും. അടിച്ചെടുത്ത് പോയി മണക്കേണ്ടി വരും, പക്ഷേ അവിടെ മണം ഉണ്ടാവും. ഇതുണ്ടോ, 1 മില്യൺ കേട്ടോ. 1 മില്യൺ പെർഫ്യൂം. നമുക്ക് സമയം കളയാതെ അടുത്തയിലേക്ക് കിടക്കാം. അടുത്താണ് ഡോൾച്ച് ആൻഡ് ഗബാന ദ വൺ. ഇതും ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ ബെസ്റ്റ്. ഡോൾച്ച് ആൻഡ് ഗബാന ദ വൺ. ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ, ഡോൾച്ച് ആൻഡ് ഗബാന ദ വൺ. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ക്രിയേറ്റഡ് ഡിസൈനർ ഫ്രാഗ്രൻസസ് ആണ് അറിയപ്പെടുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്ത ആളുടെ പേര് നമ്മുടെ ജാക്ക് പോൾഷിൻ്റെ ബ്ലൂ ഡിഷനിൽ ഉണ്ടാക്കിയ ആളുടെ മോനാണ്, ഒലിവിയർ പോൾഷ് എന്ന് പറയും. ഈ ഒലിവിയർ പോൾഷ് ക്രിയേറ്റ് ചെയ്ത സാധനം ഇത് അസാധ്യമണമാണ്.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല മനുഷ്യർക്ക്. പക്ഷേ നിങ്ങളെ ഭയങ്കര നന്നായിട്ട് സ്മെല്ല് ചെയ്യും. നിങ്ങൾ അടുത്തിരിക്കുന്നവർക്ക് നിങ്ങളെ നന്നായിട്ട് സ്മെല്ല് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ ഇത് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. അത് നല്ലൊരു ഗുണമാണ് അത്. ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നതിൽ ചില സമയം തല ഇറങ്ങി ഛർദ്ദിക്കും. അപ്പം നമുക്ക് അത്രയ്ക്ക് ആൾക്കാരെ ഉപദ്രവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഡേറ്റ് നൈറ്റ്സിലൊക്കെ പറ്റിയ സാധനം കേട്ടോ. കാരണം ഈ ഫ്രാഗ്രൻസ് ഒരിക്കലും നിങ്ങളുടെ ടോക്കിനോ നിങ്ങളുടെ സംസാരത്തിനോ ഇടയ്ക്ക് ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ടുവരത്തില്ല. നിങ്ങൾക്ക് സമാധാനമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ ഇത് അവിടെ ഉണ്ടാകും. ഭയങ്കര ഹൃദ്യമായ ഒരു സ്മെല്ലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഞാനിവിടെ ഉണ്ടെന്നുള്ളത്. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് കേട്ടോ. ഇതിനകത്തുള്ള ഇത് നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേപ്പ് ഫ്രൂട്ട്, കൊറിയാൻഡർ, ബേസിൽ, കാഡമം, ജിഞ്ചർ, ഓറഞ്ച് ബ്ലോസം, ബേസ് നോട്ടിൽ അംബർ, ടൊബാക്കോ, സീഡർ. ഞാൻ പറഞ്ഞുതരാം നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണെന്നുള്ള നമ്മുടെ വലിയ പ്രശ്നം. അപ്പം ഒന്നുകൂടെ കൊടുക്കാം, 2 എണ്ണം കൂടെ കൊടുക്കാം. ഗ്രേപ്പ് ഫ്രൂട്ട്, ബേസിൽ തുളസി. എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ഒരു ഹിൻ്റ് ഉണ്ടോ എന്നുള്ളത്, പക്ഷേ എങ്കിൽ എനിക്ക് കിട്ടുന്നില്ല. കാഡമുണ്ട്, ജിഞ്ചറുണ്ട്, ടൊബാക്കോ സീഡർ, ടൊബാക്കോ വുഡി ടൊബാക്കോ അതിൻ്റെ അടിയിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുതരാം, ഇത് നാരങ്ങയും ഈ ഇഞ്ചിയും ഏലക്കയും കൂടി എടുത്തിട്ട് അതിൻ്റെ ഒരു സ്ലൈറ്റ് ടച്ച് ഓഫ് ടൊബാക്കോ, അംബറി, വുഡി ടച്ച് അതിന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഇത് സ്മെല്ല് ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. എയർപോർട്ടിലേക്ക് കിട്ടും. ഇതെല്ലാം എക്സ്പെൻസീവ് ഫ്രാഗ്രൻസസ് ആണ്. ആരും ട്രൈ ചെയ്യാതെ വാങ്ങിക്കരുത്. ബ്ലൈൻഡ് ബൈ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ട്രൈ ചെയ്തോ അല്ലെങ്കിൽ സാമ്പിൾ മേടിച്ചിട്ടോ മാത്രമേ ഇതെല്ലാം വാങ്ങിച്ച് നോക്കാവുള്ളൂ. ബ്ലൈൻഡ് ബൈ കളക്ടേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാണ്ട് വാങ്ങിക്കാൻ പോകരുത് കേട്ടോ. ഇതൊക്കെ എൻ്റെ സെക്കൻഡ് ബോട്ടിലാണേ. വാങ്ങിക്കാൻ പോകാതിരിക്കുക നല്ലത്. ബ്ലൈൻഡ് ബൈ ഒരിക്കലും ഫ്രാഗ്രൻസ് മണക്കാതെ വാങ്ങിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി ലോകത്ത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഫ്രാഗ്രൻസ് വെയർ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല കേട്ടോ. ഒരു പെർഫ്യൂം നിങ്ങൾ ധരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇഷ്ടപ്പെടണം. അത് നോക്കിക്കോളൂ എല്ലാവരും കേട്ടോ. വലിയ ഉപദേശമൊന്നുമല്ല, ചെറിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഇരിക്കട്ടെ. മൊണ്ടൈൽ അറേബ്യൻ സ്റ്റോങ്ക. ഇതുണ്ട്. ഇത് പിയറി മൊണ്ടൈൽ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തതാണ് ഈ മൊണ്ടൈൽ അറേബ്യൻ സ്റ്റോങ്ക. അറേബ്യൻ സ്റ്റോങ്ക എന്ന് പറയുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇതിനകത്ത് ടോങ്ക ബീൻ നല്ലതായിട്ടുണ്ടാകും. ഇത് ഭയങ്കര ബീസ്റ്റ് മോഡ് പ്രൊജക്ഷനാണ്. നല്ല വനീല ഫ്രാഗ്രൻസ് ആണ്. വനീലയും ഊതും ഒക്കെ ആയിട്ടുള്ള ഒരു പെർഫോം ചെയ്യുന്നൊരു ഫ്രാഗ്രൻസ്. ഞാനിതിൻ്റെ നോട്ട്സ് പറഞ്ഞുതരാം കേട്ടോ എല്ലാവർക്കും. ഇത് സ്വീറ്റ് വനില അംബർ ഊദ്, സ്വീറ്റ് വനില അംബർ ഊദ് ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാഫ്രോണും, അതായത് കുങ്കുമപ്പൂവും ഓറഞ്ചും മേളിൽ, ഊതും റോസും അതിൻ്റെ തൊട്ടടിയിൽ മിഡിൽ, ഏറ്റവും താഴെ ടോങ്ക ബീനും ഷുഗറും മസ്കും ഒക്മോസും ഞാൻ നിങ്ങൾക്ക് പണ്ട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒക്മോസ് വന്നു കഴിഞ്ഞാൽ നല്ല പ്രൊജക്ഷൻ ആയിരിക്കും, ആൾക്കാരുടെ മൂക്കിനകത്തോട്ട് അടിച്ച് കയറും. അതുകൊണ്ട് ഇത് ബീസ്റ്റ് മോഡാണ് സാധനം. ബീസ്റ്റ് മോഡെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് പ്രൊജക്റ്റ് ചെയ്യും, പ്രൊജക്റ്റിലേക്ക് എംഒഫോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒരു 8 സ്പ്രേ കൂടുതൽ കാച്ചരുത്. ഒരുപാട് അടിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നോസ് ബ്ലൈൻഡ് ആവും. നിങ്ങൾ വിചാരിക്കും ഈ ഫ്രാഗ്രൻസ് അവിടെ ഇല്ലെന്ന്, പക്ഷേ ഇത് അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചടിക്കുക. നമുക്കൊരു 5-6 മണിക്കൂർ വരെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ. പിന്നെ നിങ്ങൾ നോസ് ബ്ലൈൻഡ് ആയിപ്പോവും, പക്ഷേ നിങ്ങൾക്ക് കോംപ്ലിമെൻ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നൈറ്റിൽ പാർട്ടിയിലും കല്യാണ ഫംഗ്ഷനും ഒക്കെ പോകുമ്പോൾ അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു സാധനം. നല്ല വിലയുണ്ട്, നോക്കി വാങ്ങിക്കുക, മണത്തിട്ട് വാങ്ങിക്കുക കേട്ടോ. മൊണ്ടൈൽ അറേബ്യൻ സ്റ്റോങ്ക അടിച്ച് കഴിഞ്ഞാൽ, ഞാനിത് അടിച്ച് കാണിച്ചില്ലല്ലേ നിങ്ങളെ, അപ്പം ഞാനത് അടിച്ചിട്ട് പറയാം ഇതെന്തൊക്കെയാണ് വരുന്നതെന്ന് കേട്ടോ. ആ ഊത് വരുന്നുണ്ട്, സാഫ്രോൺ വരുന്നുണ്ട്, റോസ് വരുന്നുണ്ട്, ബെർഗമോണ്ട് അധികം ഇല്ല, പക്ഷേ എങ്കിൽ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ഭയങ്കര സ്വീറ്റാണ് കേട്ടോ, ഭയങ്കര സ്വീറ്റ് ഫ്രാഗ്രൻസ് ആയത്. അപ്പം അത് നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. വീഡിയോ ഒരുപാട് നീണ്ടു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിട്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാനൊരല്പം ധൃതി പിടിക്കുന്നത്. അടുത്തത് ലൂണ റോസ ഓഷ്യൻ, പ്രാഡ ലൂണ റോസ ഓഷ്യൻ. ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ, പ്രാഡ ലൂണ റോസ ഓഷ്യൻ. വളരെ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇത്. ഇതിനകത്തെ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോമാറ്റിക് മസ്കി പൗഡറി ഫ്രാഗ്രൻസ്. ഇതിൻ്റെ നോട്ട്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ വരുന്നത് പിങ്ക് പെപ്പറും ബർഗമോണ്ടും,
പിന്നെ നടുക്ക് സാഫ്രോൺ ഇതിലും വരുന്നുണ്ട്, ഐറിസ്, ലാവൻഡർ. പിന്നെ വരുന്നതെന്ന് ഫ്രാഗ്രൻറ്റിക്ക് ഇടയ്ക്ക് പരസ്യം കയറി വരും, അതുകൊണ്ടാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് ഇടയ്ക്ക് പറയാനായിട്ട് കേട്ടോ. മസ്ക്, കാരമൽ, വെറ്റിവർ, ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു മണം എങ്ങനെ ഇരിക്കുമെന്ന്. ഒരല്പം ഒരു കുരുമുളക് ബൂസി ടച്ചിനകത്ത് സിട്രസ് വന്നിട്ട് അതിൻ്റെ കൂടെ ലവൻഡറും ഐറിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലിപ്സ്റ്റിക്ക്, ആ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് അതിൻ്റെ കൂടെ ലാവൻഡർ പ്ലസ് അല്പം ബൂസി സ്മെല്ലും ബെർഗമോണ്ട് നാരങ്ങയും കൂടെ ചേർത്തിട്ട് ഒരു കാരമലൈസ്ഡ് രാമച്ചത്തിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കും. ഇത് ഇച്ചിരി കോംപ്ലക്സ് ആണ്, മണത്ത് നോക്കിയാൽ അറിയാവുള്ളൂ. എയർപോർട്ടിലൊക്കെ ഉണ്ടാവും, നിങ്ങൾ പോകുമ്പോൾ മണത്ത് നോക്കിയാൽ മതി. എയർപോർട്ടിൽ പോകാത്തവർക്ക് ഇഷ്ടം പോലെ പെർഫ്യൂം ഷോപ്പ് ഇപ്പോഴും ഉണ്ട് അവൈലബിൾ ആ നാട്ടിൽ, അല്ല ഡീക്കൻ ബോട്ടിൽ വരുത്താം. ഇപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ബോട്ടിലാക്കി ആൾക്കാർ വിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈൻ വരുത്തി മണത്ത് നോക്കാവുന്നുള്ളൂ, മണത്ത് നോക്കിയിട്ടേ വാങ്ങിക്കാവുള്ളൂ, ഇല്ലാതെ വാങ്ങിക്കരുത് കേട്ടോ. നല്ലതാണ്, നാട്ടിലൊരു 4-5 മണിക്കൂർ വരെ നിൽക്കും. നല്ല ഡിയോർ സവാഷിനേക്കാളും ബ്ലൂ ഡിഷനേക്കാളും ഒക്കെ ഞാൻ ഇതേ റെക്കമെൻഡ് ചെയ്യുള്ളൂ, കാരണം ഇത് ഭയങ്കര പുതിയ ഫ്രാഗ്രൻസ് ആണ്, നിങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ സ്മെല്ല് ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടർ ആൻഡ് റോൾ സ്പൈസ് ബോംബ് എക്സ്ട്രീം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര ഫ്രാഗ്രൻസ് ആണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ക്രിയേറ്റഡ് ടൊബാക്കോ ഫ്രാഗ്രൻസ് ആണ്. നല്ല സ്പൈസും നല്ല ഇതുണ്ട്. അത് ഇതിൻ്റെ ബോട്ടിൽ ഇതാണ് കേട്ടോ, വിക്ടർ ആൻഡ് റോൾഫ് സ്പൈസ് ബോംബ് എക്സ്ട്രീം. എക്സ്ട്രീമാണ്, സ്പൈസ് ബോംബ് വേറെ ഉണ്ട്. അതിൻ്റെ നോട്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര റൂം ഫില്ലറാണ്, നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. വനിലയുണ്ട്, ടൊബാക്കോ ഉണ്ട്, അങ്ങനെ ഒരു വനില ടൊബാക്കോ സ്പൈസി ഫ്രാഗ്രൻസ് ആയത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇത് അത്യാവശ്യം വിലയുണ്ട്, പക്ഷേങ്കിൽ ഇത് നന്നായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലാണ് ഇതിൻ്റെ ഉള്ളത്. അപ്പം ഇതിനകത്ത് ഡേറ്റ് നൈറ്റിന് പറ്റിയൊരു ഫ്രാഗ്രൻസാണ് ഇത്. നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത്, നല്ല രീതിയിൽ പ്രൊജക്റ്റും ചെയ്യും. ഇതൊരിക്കലും നിങ്ങൾക്കൊരു ഇൻ്റർഫിയറൻസ് ഉണ്ടാക്കി വയ്ക്കത്തില്ല ഒരിക്കലും. ഞാനത് ഫ്രാഗ്രൻറ്റിക്ക് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. വനില, ടൊബാക്കോ, സിന്നമൺ, ക്യുമിൻ, ബർബൺ, വിസ്കി, സാഫ്രോൺ, ഇത്രയും സാധനം ഇതിനകത്തുള്ളത്. വനില, ടൊബാക്കോ, സിന്നമൺ, ക്യുമിൻ എന്ന് പറഞ്ഞാൽ ജീരകം, ബർബൺ, വിസ്കി, കുങ്കുമപ്പൂ, ഇത്രയും കൂടി ചേർന്നൊരു നല്ല സ്മെല്ലായത്. ഇത്രയും ഇത് നമ്പർ 2 ആണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. നമ്പർ 2 ഇത് അത്യാവശ്യം നന്നായിട്ട് കേരളത്തിൽ പെർഫോം ചെയ്യും. 6-7 മണിക്കൂറൊക്കെ നിന്ന് മണക്കും. ഡേറ്റിങ്ങിന് പറ്റിയ സാധനമാണ് കേട്ടോ. നമ്പർ 2. ഇത് നമ്പർ 1 വരുന്നത് സെർജോഫ് എർബ പ്യൂറ. സെർജോഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇത് നിഷ് ഫ്രാഗ്രൻസ് ആണ്, അത്യാവശ്യം നല്ല വിലയുണ്ട്. മണത്ത് നോക്കിയിട്ട് വാങ്ങിക്കാവുള്ളൂ. ഭയങ്കര ഫ്രൂട്ടിയാണ്, നല്ല ഫ്രൂട്ടി സ്മെല്ലാണ് വരുന്നത്. അപ്പം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അവസരങ്ങളിൽ ഒരുപാട് ഇതുണ്ട്. ഇത് പേരയ്ക്ക പൊളിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും, ആ മണമാണ് ഇതിനകത്ത് നിന്ന് വരിക. നല്ല പേരയ്ക്ക പൊളിച്ച് വെച്ച മണം കേട്ടോ. ഇതൊരു അപാര ഫ്രാഗ്രൻസ് ആയി. ഇതൊരു ഭയങ്കര ഫേമസ് സാധനമാണ് ഈ സെർജോഫ് എർബ പ്യൂറ കേട്ടോ. ഇത് ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഫ്രാഗ്രൻസസിൽ ഒന്നാണ് ഈ സെർജോഫ് എർബ പ്യൂറ, ഭയങ്കര ഫേമസാണ്. അപ്പോൾ ഇതിനകത്ത് നോട്ട്സ് വരുന്നത് നമുക്ക് നോക്കാം. ഇതൊരു നടുക്ക് അവർ വെറുതെ കുറേ സെർജോഫ് കുറേ നോട്ട്സ് ഫ്രാഗ്രൻറ്റിക്ക് കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഫ്രൂട്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കുറേ ഫ്രൂട്ട്സിൻ്റെ പടം കൊടുത്തിരിക്കുക. പിന്നെ ടോപ്പ് നോട്ട് വരുന്നത് ഓറഞ്ച്, ബെർഗമോട്ട്, ലെമൺ ഒക്കെയാണ് വരുന്നത്. വൈറ്റ് മസ്ക്, വനില, അംബർ ബേസൊക്കെ വരുന്നുണ്ട്. ഇത് 6-7 മണിക്കൂർ പ്രൊജക്റ്റ് ചെയ്യും, നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യും. നീഷ് ഫ്രാഗ്രൻസ് അതിൻ്റെ ക്വാളിറ്റി കാണിക്കും. നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് സ്മെല്ലിംഗ് ആയിരിക്കും, റൂമിൽ നല്ല പ്രൊജക്ഷൻ, ലാസ്റ്റിങ്ങും എല്ലാം ഉള്ള സാധനം. ഇതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല, നിങ്ങൾ ഇടയ്ക്കൊന്ന് മണത്ത് നോക്കുക. പേരയ്ക്കൊക്കെ പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് എങ്ങനെ മണക്കും, അതിനേക്കാൾ നന്നായിട്ട് എങ്ങനെ മണക്കും, അങ്ങനെ മണക്കും ഇത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രാഗ്രൻസസ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ. പിന്നെ കമൻറ്റിനും ഇതിനും എല്ലാം ഒരുപാട് നന്ദി കേട്ടോ. പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരുപാട് നന്ദി. അപ്പം നന്ദി, നമസ്കാരം, ബൈ.